1.5 കിലോ വരുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷനാണ്. പെൺകുട്ടി ആയതുകൊണ്ടേ പിങ്കും വൈറ്റും മതിയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡിസൈനും അയച്ചു തന്നിരുന്നു. അതുകൊണ്ട് എളുപ്പമായി. ചില സമയങ്ങളിലേ ഏത് ഡിസൈൻ കൊടുക്കണം എന്നിങ്ങനെ ഓർത്തിരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഡിസൈൻ അയച്ചു തരുവാണെങ്കിൽ നമുക്ക് എപ്പോഴും എളുപ്പമാണ്, നമുക്ക് ചെയ്താൽ മതിയല്ലോ. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഏതെങ്കിലും ചെയ്ത ഡിസൈൻ അയച്ചു കൊടുത്താൽ അവരതിൽ നിന്ന് സെലക്ട് ചെയ്താലും നമുക്ക് എളുപ്പമാണ്. ഇന്നിപ്പോൾ ഇതിൽ ചെയ്യുന്നത് ഒരു കിറ്റിയുടെ ഡിസൈനാണ്. പെട്ടെന്ന് ചെയ്യാവുന്നതും ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഒന്ന് മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിലേ നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് ഞാനൊരു സ്റ്റിക്ക് കൊണ്ടൊന്ന് ചെറുതായിട്ട് മാർക്ക് ചെയ്ത് ആദ്യം പോയി. അതിന് ശേഷമാണ് ഈ ബ്ലാക്ക് കളർ കൊടുത്ത് എളുപ്പത്തിൽ ഫിനിഷിങ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കുഞ്ഞിപ്പിള്ളേർക്കൊക്കെ കാർട്ടൂൺ ഡിസൈൻ വളരെ ഇഷ്ടമാണ്. എപ്പോഴും കിറ്റിയും മിക്കി മൗസോ അങ്ങനെയുള്ള ഡിസൈന് പിള്ളേർക്ക് കേക്കിൻ്റെ മുകളിൽ വയ്ക്കുന്നത് വളരെ ഇഷ്ടമായതുകൊണ്ട് പേരൻസും സജസ്റ്റ് ചെയ്യാറുണ്ട് അത് വേണമെന്ന്. അങ്ങനെ ഇവിടെ കിറ്റിയുടെ ഡിസൈൻ അങ്ങ് തകർത്ത് വരയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണേ, എങ്ങനെയുണ്ടെന്ന്. ഒത്തോ ഇല്ലയാവോ, ഞാൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. അവസാനം കണ്ണും മൂക്കും ഫോണ്ടൻ്റ് കൊണ്ട് തന്നെ കൊടുത്തു. അതാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ. പിന്നെ കേക്കിന് ഓർഡർ വന്നപ്പോൾ എപ്പോഴും അവർ പറയാറുള്ളതെന്നാണ് മധുരം കുറയ്ക്കണമെന്ന്, അതുപോലെ തന്നെ ക്രീമും കുറച്ചേ ചേർക്കാവുന്നു. അങ്ങനെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണ് കുട്ടികൾ നിൽക്കുന്നത്. ഗ്രാൻഡ് പേരൻസിനൊക്കെ ഷുഗറൊക്കെ ഉണ്ട്, എന്നാലും കുഞ്ഞുങ്ങൾക്ക് കേക്ക് വേണമല്ലേ ബർത്ത്ഡേക്ക്, അതുകൊണ്ട് ഒഴിവാക്കാനും പറ്റത്തില്ല. അങ്ങനെ മധുരമൊക്കെ കുറച്ച് ക്രീമും കുറച്ച് ഉള്ളൊരു കേക്കാണ്. പുറമേ ക്രീം കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫിനിഷിങ് കിട്ടത്തുമില്ല. പക്ഷേ ഉള്ളിൽ എപ്പോഴും കുറേശ്ശെ ചെറിയ ലെയറായിട്ട് മാത്രമേ ക്രീം കൊടുക്കാറുള്ളൂ. അങ്ങനെ നമ്മുടെ കിറ്റിയുടെ വർക്ക് ഏകദേശം തീരാറായി വരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കും കൂടി ഉണ്ടായിരുന്നു, അതും കൊടുത്തു. എങ്ങനെയുണ്ട് എൻ്റെ കിറ്റി? ബോയൊക്കെ വെച്ച് സുന്ദരിക്കുട്ടിയായിട്ടാണോ ഇരിക്കുന്നത്? അഭിപ്രായം പറയണം കേട്ടോ. അതുപോലെ തന്നെ നദാനിയ എന്നുള്ള പേരും എഴുതി കൊടുത്തു. അങ്ങനെ എൻ്റെ കിറ്റിക്കുട്ടി നിങ്ങൾക്ക് ഇഷ്ടമായ എല്ലാവരും അഭിപ്രായം മറക്കരുത് കേട്ടോ. അങ്ങനെ കിറ്റിക്കുട്ടിയുടെ കേക്കും ക്യാരറ്റ് കേക്കുമായിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും വീട്ടിൽ കൊണ്ടേ കൊടുത്തു. അങ്ങനെ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.